ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മുത്തുമണികളെ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എന്തെല്ലാമാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെറും ന്യൂഡിൽസ് മാത്രമാണ് കേട്ടോ. നേരത്തെ പോകണം. പിന്നെ PTയിലുള്ള കാരണം നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളെയൊക്കെ റെഡിയാക്കി ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ സ്കൂളിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഓട്ടോറിക്ഷപ്പേട്ടയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെയാണ് കേട്ടോ പതാക ഉയർത്തുന്നത്. അപ്പോൾ സ്കൂളിലത്തെ കുട്ടികളെല്ലാവരും അവിടെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്ക് തന്നെ എല്ലാവരും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങളത് എങ്ങനെ സ്കൂളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലഡുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ലഡുവൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ സ്കൂളിലെത്തി. സ്കൂളിൽ ഇപ്പോൾ ഇതേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതേ വരിയായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ ഇന്ന് അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ അമ്മമാർ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അനിയന്മാർ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ചേട്ടന്മാരും വന്നിട്ടുണ്ട് കേട്ടോ, കുറേ പേരുടെ. അങ്ങനെ ദിലുവിനെ വിളിച്ചപ്പോൾ ദിലു വന്നിട്ടില്ല കേട്ടോ. ദിലു സ്കൂളിലേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവ അവിടെ കളിക്കാൻ നിന്നു. ഡ്രസ്സൊക്കെ മാറിയതായിരുന്നു കേട്ടോ, പക്ഷേ അവരൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആളവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇതവിടെ നമ്മുടെ PTയിലത്തെ പ്രസിഡൻ്റാണ് കേട്ടോ, PT പ്രസിഡൻ്റാണ് കേട്ടോ പതാക ഉയർത്തുന്നത്. അങ്ങനെ ഇതവിടെ പതാക ഉയർത്തലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ടീച്ചർമാരും PT പ്രസിഡൻറ്റും ഒക്കെ കൂടി നിന്നിട്ട് കുറച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ 2 വാക്ക് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വോയിസൊന്നും കൊടുക്കുന്നില്ല, വേറെ ഒന്നല്ല. ഇനി കോപ്പിറൈറ്റ് വരുമോ എന്താ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇതായ കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ സുഡാപ്പിയുടെ ഡാൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേറെ ഫോണിലാട്ടോ എടുത്തത്. അപ്പോൾ എനിക്കിതിലേക്ക് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ കുറേ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ സുഡാപ്പിയുടെ സ്കൂളിലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീച്ചറുടെ മോളാണ് കേട്ടോ ഇത് EP കളിക്കുന്നത്. അങ്ങനെ കുറേ കുട്ടികളുടെ ഡാൻസും, അധികം ഡാൻസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് ലഡുവും ജിലേബിയും ആയിരുന്നു കേട്ടോ കൊടുത്തത്. പിന്നെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, സ്കൂളിൻ്റെ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയതും നടന്നിട്ടാണ്, ഇങ്ങോട്ട് വന്നതും നടന്നിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നത് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ രാവിലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് എന്തായാലും 10 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നതും വേഗം ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ വേഗം ചോറിനുള്ള വെള്ളം റെഡിയാക്കി. അതുപോലെ തന്നെ അതൊന്ന് അരിയിട്ടതിന് ശേഷം ഞാനിത് കുക്കർ അടുപ്പത്ത് വെച്ച് വേഗം കുറച്ച് പരിപ്പും കൂടി അതിലേക്കിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പരിപ്പ് കുത്തി കാച്ചാൽ എന്തായാലും നേരം വൈകിട്ടൊന്നുമില്ല, എന്നാലും എളുപ്പപ്പണി അതാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വേഗം പരിപ്പ് കുത്തി കാച്ചാനായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് 2 വിസിലടിച്ച് വരുമ്പോഴേക്കും പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വരാം. ബാക്കി പണികൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് വീടിൻ്റെ കട്ടിളപ്പടിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നേരം വെളുത്തപ്പോൾ നോക്കിയപ്പോൾ കാണുന്ന സംഭവമാണ് കേട്ടോ. ഇവിടെ ഇറയത്ത് ഇതേപോലെ തന്നെ കുറേ ചെതലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പട്ടികയൊക്കെ ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. ആ ഒരു സൈഡ് അങ്ങനെ തന്നെ പട്ടിക പോയിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ ഇത് ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫ്രണ്ട് വശത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ചെതലൊക്കെ വീണിട്ട് കട്ടിളപ്പടിയൊക്കെ ഇതേ ഇളകിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതേ ഓരോ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെ ഇളകിയിട്ട് അടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണ് വീഴാമെന്നറിയില്ല. അതുപോലെ ഇത് കറണ്ട് നമ്മളെ മീറ്ററിൻ്റെ അവിടെ ആയിട്ട് പൊളിഞ്ഞിട്ടുണ്ട്, ചുമരിൻ്റെ അവിടെ. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഫുള്ള് ചെതൽ പിടിച്ചേക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഒക്കെ മീറ്ററിലേക്ക് വീഴുന്നുണ്ട്. ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തല്ല. ഞങ്ങൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം എന്നൊക്കെ പറയില്ലേ, ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണിന്ന്, അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ സംഭവം. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി. മതിയായി എനിക്ക് ഓരോന്നോരോന്ന് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ആൾക്കാരെ പൈസ ഉള്ള സമയത്ത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് എന്തായാലും വീണ് പോകും. എന്താ വെച്ചാൽ അതുപോലെ മുമ്പത്തെ ഭാഗം മുഴുവനായിട്ട് ചെതൽ പിടിച്ച് എടുക്കുക കേട്ടോ. ഞാൻ എന്നും ചെതൽ തട്ടി കൊടുക്കുന്നതാണ്, പക്ഷേ ഇന്ന് 2 ദിവസമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതേ പരിപ്പ് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിൽ ഇതേ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കാച്ചെടുക്കാം കേട്ടോ, പരിപ്പ് കാച്ചാനായിട്ട്. പിന്നെ കൊത്തുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 മുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകാണ് കേട്ടോ. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുത്തുമുളകാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കണം എന്നില്ല, കുറച്ചധികം ചേർത്താൽ മതി. ഇതിപ്പോൾ 2 മുളക് ഒടിച്ചിട്ട് കൊടുത്തപ്പോൾ എരിവ് കുറവായിരിക്കും. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വേവിച്ച പരിപ്പൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ പരിപ്പ് കുത്തി കാച്ചലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് ഇറക്കി വെച്ചു. പിന്നെ നമുക്കിനി മാന്തൾ വറുത്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാന്തളും ഉണ്ട്, പിന്നെ ഉണക്ക മാന്തളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണക്ക മത്തിയും ഉണ്ട് കേട്ടോ, ചാള. അപ്പോൾ അതിൽ ഞാനൊന്ന് നല്ല വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി പരട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്കൊന്ന് ഇതൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യ ട്രിപ്പ് കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് പാത്രം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ നേരത്തെ കഴുകി, ബാക്കിയുള്ളതാണ് ഇപ്പോൾ പരിപ്പ് വേവിച്ചതും പിന്നെ ചായപാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ പാത്തൂസ് സുഡാപ്പി ഉള്ള കാരണോട് പാത്തൂസിന് ഈ ഭാഗത്തേക്കേ കാണില്ല കേട്ടോ. സുഡാപ്പിയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്തത്തെ ആ ഭാഗം ഒന്ന് എടുക്കാൻ പോയപ്പോഴാണ് എന്നെയും കൂടി വീഡിയോ എടുക്കുകയും വെച്ചിട്ടാണ് അതിൽ നിന്നത് കേട്ടോ. പിന്നെ കിടക്കയിൽ ഇരുന്നിട്ട് നല്ല കളിയാണ്. ഇനിയിപ്പോൾ ഇവിടത്തൊക്കെ കഴിയുമ്പോഴേക്കും അവിടുത്തെ അംഗം എന്താവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതേപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടാവും കിടക്കയൊക്കെ. സുഡാപ്പി അധിക സാധനങ്ങളും കിടക്കയിൽ കൊണ്ട് വെച്ചിട്ട് ടി വിയും കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പുറത്തങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ തീരെ ഇറങ്ങാറേ ഇല്ല കേട്ടോ. എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് ഇറങ്ങുക, അടിച്ചു വരുമ്പോൾ ഇറങ്ങുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.